തിരുവനന്തപുരത്ത് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണകാരണം വ്യക്തമായിട്ടില്ല. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മാനസ മനോജ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട്. മാനസ, എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം? ഇന്ന് ഉച്ചയോടെയാണ് നടനും ഈ സിനിമ സീരിയൽ നടനായ ദിലീപ് ശങ്കറിന്റെ മരണ വാർത്ത പുറത്തു വരുന്നത്. ഇദ്ദേഹം സീരിയൽ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നതായിരുന്നു. എറണാകുളം സ്വദേശിയാണ് ഇദ്ദേഹം. 19-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ ഇദ്ദേഹം മുറിയെടുത്തത്. സാധാരണ ഈ സീരിയൽ ചിത്രീകരണത്തിന് വരുമ്പോൾ സീരിയൽ താരങ്ങൾ സ്ഥിരമായി മുറിയെടുക്കുന്ന ഹോട്ടൽ തന്നെയാണ് അത്. ഇത്തരത്തിൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നാലെയാണ് 2 ദിവസം, അതായത് 26-ന് ശേഷം ഈ ചിത്രീകരണത്തിന് ഇടവേള ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസത്തെ ഷൂട്ടിങ്ങിന് ആരും ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ തന്നെ ഇദ്ദേഹം സെറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ 2 ദിവസമായി ഫോണിൽ സഹപ്രവർത്തകർ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു സ്വഭാവക്കാരനാണ് എന്നും സഹപ്രവർത്തകർ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ തേടി അന്വേഷണവുമായി ഈ സഹപ്രവർത്തകർ ഹോട്ടലിലേക്ക് എത്തുന്നത്. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരുമായി സംസാരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ കാണാത്ത ആശങ്ക പങ്കുവച്ചപ്പോൾ ഇദ്ദേഹം താമസിച്ചിരുന്ന മുറി പരിശോധിക്കുന്നതിനിടയിലാണ് ദുർഗന്ധം അനുഭവപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. പോലീസും കൂടി ചേർന്ന് മുറി തുറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുറന്നപ്പോഴാണ് ഇദ്ദേഹം മരിച്ച നിലയിൽ മുറിക്കകത്ത് നിലത്ത് കാണപ്പെടുന്ന രീതിയിലായിരുന്നു. അങ്ങനെയാണ് കണ്ടെത്തിയത് എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാത്തതുപോലെ തന്നെ അതുകൊണ്ട് ഹോട്ടൽ ജീവനക്കാരും ഇതിനെ അതീവ ഗൗരവതരമായി, അതായത് ഇദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് ആശങ്കയോ തന്നെ പങ്കുവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നാലെ സഹപ്രവർത്തകർ വിളിച്ചിട്ട് കിട്ടാത്തപ്പോഴും 2 ദിവസത്തെ ഇടവേള കഴിഞ്ഞിട്ട് സെറ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതിനാലാണ് സഹപ്രവർത്തകർ ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഇറങ്ങിയത്. ഇതിനോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ വിവരം നമുക്കുണ്ടോ? 2 ദിവസമായും ഹോട്ടൽ മുറിയിൽ റൂം എടുത്ത് താമസിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 2 ദിവസത്തിനിടയ്ക്ക് സഹപ്രവർത്തകരും ബന്ധുക്കളും ഒന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാകില്ലേ? നിരന്തരം ഫോണിൽ സഹപ്രവർത്തകർ വിളിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റുള്ളവരും വിളിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഇദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനല്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും കാര്യങ്ങളെന്നാണ് സഹപ്രവർത്തകർ കരുതിയിരുന്നത്. പിന്നാലെയാണ് സെറ്റിലേക്ക് വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ച് ഹോട്ടലിലേക്ക് ഇറങ്ങിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് സഹപ്രവർത്തകർ വ്യക്തമാക്കിയത്. എന്താണ് ആരോഗ്യ പ്രശ്നം എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെയും നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയിരിക്കും. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നത് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഈ പ്രാഥമിക പരിശോധനയിലും ഇൻക്വസ്റ്റ് നടപടിയിലും തന്നെ ഒന്നും തന്നെ അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ രക്തസ്രാവം പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പുറത്ത് ലഭിച്ച വിവരം. ഏതായാലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നതടക്കമുള്ള 2 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് മരണം സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. മനസ, ഈ പോലീസ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ആ ഹോട്ടൽ മുറിയിൽ നിന്നുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളെ കുറിച്ച് കൂടി അറിയാനുണ്ട്. പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകുമോ? തീർച്ചയായും ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അല്പസമയം മുൻപാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഹോട്ടലിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ, അതായത് ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കളും എത്തിച്ചേരേണ്ടതുണ്ട്. ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാനസ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതാണ്ട് 2 മണിക്കൂറുകൾക്ക് മുൻപാണ്. മരണകാരണം വ്യക്തമായിട്ടില്ല. മരണത്തിൽ ദുരൂഹത ഉണ്ടോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.